വഴികളെല്ലാം ദക്ഷിണകാശിയിലേക്ക്. 28-ന് കൊട്ടിയൂർ ഉത്സവം തുടങ്ങുമ്പോൾ പെരുമാളുടെ ദർശന പുണ്യം തേടി ലക്ഷക്കണക്കിന് ഭക്തരാണ് കൊട്ടിയൂരിലേക്ക് എത്തുക. ബാവലിപ്പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട പുരാതനമായ ഒരു ഉത്സവമാണ്. സതീദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കിയ യാഗഭൂമിയാണിതെന്നാണ് വിശ്വാസം. പ്രകൃതി തന്നെയാണ് ഇവിടെയെല്ലാം. പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായ നിർമ്മാണങ്ങളൊന്നുമില്ല. ഇടവമാസത്തിലെ ചോദ്യനക്ഷത്രം മുതൽ മിഥുനമാസത്തിലെ ചിത്തിര നക്ഷത്രം വരെ 28 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. സതീദേവിയുടെ പിതാവായ ദക്ഷപ്രജാപതി ശിവനെ ക്ഷണിക്കാതെ ഒരു യാഗം നടത്തി. പിതാവിനോടുള്ള വാത്സല്യം കൊണ്ട് ക്ഷണിക്കാതെ യാഗശാലയിലെത്തിയ സതീദേവി ഭർത്താവിനെ അപമാനിക്കുന്നത് സഹിക്കാനാകാതെ യാഗകുണ്ഡത്തിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ പരമശിവൻ കോപാകുലനായി തന്റെ ജഡ നിലത്തടിച്ച വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്ര യാഗശാല തകർത്തു. ദക്ഷന്റെ യാഗാചാര്യനായ ഭൃഗുമുനിയുടെ താടി പറിച്ചെറിയുകയും ചെയ്തു. ഈ താടി വന്നു വീണ സ്ഥലമാണ് തിരുവഞ്ചിറ എന്നും ഭക്തർ പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂക്കൾ ഈ താടിയുടെ പ്രതീകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്ഥിരമായ ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലാത്ത ഇവിടെ ബാവലിപ്പുഴയിലെ വെള്ളാരംകല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന മണിത്തറയിലാണ് സ്വയംഭൂവായ ശിവലിംഗത്തെ ആരാധിക്കുന്നത്. പ്രകൃതിദത്തമായ രീതിയിലാണ് പൂജകളും കർമ്മങ്ങളും. ഉത്സവ നാളുകളിൽ കൊട്ടിയൂരിൽ മഴ പെയ്യുമെന്നത് ഭക്തരുടെ ഇടയിലെ ശക്തമായ വിശ്വാസമാണ്. ബാവലിപ്പുഴയുടെ ഇരുകരകളിലായി വർഷം മുഴുവൻ തുറന്നിരിക്കുന്ന ഇക്കരെ കൊട്ടിയൂരും ഉത്സവകാലത്ത് മാത്രം തുറക്കുന്ന അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രധാന പ്രസാദം ഓടപ്പൂവും നെയ്യും ഇളനീരുമാണ്. വിദേശത്തു നിന്നടക്കം ലക്ഷക്കണക്കിന് ഭക്തരാണ് കൊട്ടിയൂർ പെരുമാളിന്റെ ദർശനം പുണ്യം തേടി എത്തുക.